ഇവിടെ ഇവളാണെങ്കിൽ ഇവളുടെ കുട്ടിയും കൊണ്ടിട്ട് റെസ്റ്റോറൻറ്റ് അടുത്ത് കൂടെ പോവുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ ഭർത്താവിനെ റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണുന്നത്. അല്ല, എൻ്റെ ഭർത്താവ് ജോലിക്ക് പോയതാണല്ലോ, പിന്നെ എങ്ങനെ ഇയാൾ ഇവിടെ എത്തിയെന്നുള്ള സംശയം കാരണം ഇവളെ കുറച്ച് നേരം കൂടെ അവിടെ നിൽക്കാൻ. അതേസമയം അവളുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് വേറെ സ്ത്രീ വരുന്നവൾ കാണുകയാണ്. അത് വേറെ ആരും ആയിരിക്കില്ല, ഇവളുടെ സഹോദരി തന്നെ ആയിരിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം ചിരിച്ചും കളിച്ചിരിക്കുന്നത് ഇവൾ കാണാണ്. മാത്രമല്ല ഇവനാണെങ്കിൽ ഇവൾക്കൊരു മാല ഗിഫ്റ്റായി കൊടുക്കുന്നതും ഇവൾ കാണാം. അതും കൂടി ആയപ്പോൾ ഇവളുടെ ക്ഷമ നശിക്കുകയാണ്. ഇവൾ ഉടനെ തന്നെ അവരെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ കുട്ടിയും കൊണ്ട് ആ റെസ്റ്റോറൻറ്റിലേക്ക് കയറി പോവുകയാണ്. ഇവൾ കയറി വരുന്നതുകൊണ്ട് മാനേജർ പറഞ്ഞാണെങ്കിൽ സോറി മാഡം, ഇവിടെ എല്ലാ ടേബിളും ഓൾറെഡി റിസർവ്ഡ് ആണ് എന്ന് പറയണം. അപ്പോൾ ഇവളാണെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കാൻ വന്നതല്ല, രണ്ടുപേരെ തീർത്തിട്ട് ഗോതമ്പുണ്ട് തിന്നാൽ ഞാൻ ജയിലിൽ പോകുന്നുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും വേണമെന്ന് പറയണം. അപ്പോൾ ഈ മാനേജർ പറഞ്ഞാണെങ്കിൽ മാഡം നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ ചാരി ഒന്നും ചെയ്യാൻ പറ്റില്ല, ശരിക്കും നിങ്ങളുടെ പ്രശ്നം എന്താ ചോദിക്കാൻ മാനേജർ. അപ്പോൾ ഇവളാണെങ്കിൽ എൻ്റെ ഭർത്താവിന് എൻ്റെ സഹോദരിയുമായിട്ട് ഒരു അവിഹിതമുണ്ട്, ഇനി നീ പറ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാനാണ് ഇവളോട്. മാനേജർ ആണെങ്കിൽ അതിനാണ് നീ ബഹളമൊക്കെ ഉണ്ടാക്കിയത്, നീ പേടിക്കണ്ട, ഈ കാര്യത്തിൽ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയാണ് ഇവൾ. ഞാൻ ഈ മാനേജർ പെണ്ണ് എന്ത് ചെയ്യുന്ന അറിയാം, നിങ്ങൾക്കൊരു ഫോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള സഹോദരി അങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരാണ്. അപ്പോഴായിരിക്കും ഇവളുടെ സഹോദരി അവിടെ കാണുക. ഇവളാണെങ്കിൽ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മറ്റവളാണെങ്കിൽ നിനക്ക് വേറെ ആരെയും കിട്ടില്ലേടി, എൻ്റെ ഭർത്താവിനെ മാത്രമേ കിട്ടുള്ളൂ എന്ന് ചോദിച്ചു. ഇവിടെ ആ റൂമിലേക്ക് കൊണ്ടുപോകണം. പിന്നീട് അവിടെ ഘോരമായിട്ടുള്ളൊരു ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. ഈ മാനേജറാണെങ്കിൽ വാതിൽ പുറത്ത് നിന്ന് ലോക്ക് ചെയ്ത് അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന മ്യൂസിക്കിൻ്റെ സൗണ്ട് കൂട്ടാണ് ഈ അടി കൂടുന്നതിൻ്റെ ഭാഗം പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടിയെല്ലാം കഴിഞ്ഞ് ഇവളുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകുകയാണ്. എന്നിട്ട് ഇവനോട് എന്നാലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ സിസ്റ്ററായിട്ട് അവിഹിതം ഉണ്ടാക്കാൻ തോന്നിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഇനി എന്തായി പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ നിങ്ങൾ ഗിഫ്റ്റ് കൈമാറുന്നതെല്ലാം ഞാൻ കണ്ടു എന്ന് പറയും. അപ്പോൾ ഇവന് അത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാണ്, നമ്മുടെ ആനിവേഴ്സറി അല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതിയിട്ടാണ് ഞാനത് വാങ്ങിയത്, എനിക്കിതിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സഹോദരി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ചതെന്ന് പറയണം. എന്നിട്ട് ഇവനാണെങ്കിൽ ആ മാല ഇവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ ഉണ്ടാകും. അപ്പോഴാണ് അവൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ഇവളാണെങ്കിൽ ഇവനോട് സോറി പറയാണ്. അപ്പോൾ ഇവൻ അല്ല നിന്റെ സഹോദരി എവിടെയും ചോദിക്കുകയാണ്. അപ്പോഴായിരിക്കും ഡ്രസ്സെല്ലാം കയറി പറഞ്ഞ് മറ്റവൾ അങ്ങോട്ട് വരാം. അപ്പോൾ ഇവൻ നിനക്ക് എന്താ പറ്റി, നിന്നെ വല്ല പട്ടിയും കടിച്ചോന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ കടിച്ചു ഒരു വലിയ പേ പിടിച്ച പട്ടിയാണ് എന്നെ കടിച്ചതെന്ന് പറയാണ്. ഇത് കേട്ട് മറ്റവളാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ചിരിക്കുകയാണ്.